നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് മോഹൻലാലിനെ പോലെ അദ്ദേഹത്തിന്റെ കുടുംബവും പ്രിയപ്പെട്ടതാണ്. ഇപ്പോഴത്തെ ഒരു ദുഃഖവാർത്തയാണ് പുറത്തുവരുന്നത്. മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. കൊച്ചി ഇളമക്കരയിലെ മോഹൻലാലിന്റെ വസതിയിലായിരുന്നു അന്ത്യം. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. മുൻ നിയമ സെക്രട്ടറിയായിരുന്ന പരേതനായ വിശ്വനാഥൻ നായരാണ് ഭർത്താവ്. അതേസമയം മുത്തശ്ശിയുമായുള്ള മുഖസാദൃശ്യത്തെക്കുറിച്ച് മുൻപൊരിക്കൽ വിസ്മയ മോഹൻലാൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. മുഖത്തൊരു കണ്ണട വെച്ച് തലമുടി പിന്നിലേക്ക് ഒതുക്കി കെട്ടിയുള്ള ചിത്രം പങ്കുവെച്ച ശേഷമായിരുന്നു വിസ്മയയുടെ പ്രതികരണം. ഈ കണ്ണാടി കൂടി ആയപ്പോൾ എന്നെ കാണാൻ മുത്തശ്ശിയെ പോലെയായി എന്നാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി വിസ്മയ പങ്കുവെച്ചത്. മുത്തശ്ശി ശാന്തകുമാരിയുടെ മുഖത്തേതുപോലൊരു കണ്ണട കൂടി ആയപ്പോൾ വിസ്മയ മോഹൻലാൽ അമ്മൂമ്മയുടെ അതേ പകർപ്പ് തന്നെയെന്ന് പറയാതിരിക്കുന്നത് എങ്ങനെയെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. അതേസമയം മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി വർഷങ്ങളായി കിടപ്പിലാണ്. പലപ്പോഴും അമ്മയെക്കുറിച്ച് പറയുമ്പോൾ മോഹൻലാൽ വികാരാതീതനാകാറുണ്ട്. അടുത്തിടെയും അമ്മയെക്കുറിച്ച് നടൻ പറഞ്ഞിരുന്നു, നല്ല മാതാപിതാക്കൾ തന്നെയായിരുന്നു ഇരുവരും. അങ്ങനെയാണല്ലോ പറയുക. നല്ല മാതാപിതാക്കൾക്ക് നല്ല മക്കളും നല്ല മക്കൾക്ക് നല്ല മാതാപിതാക്കന്മാരും ഉണ്ടാകും. എല്ലാവരും നല്ല കുട്ടികളും നല്ല മാതാപിതാക്കന്മാരുമാണ്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മകനായി ജനിക്കാൻ കഴിഞ്ഞതാണ് ഞാൻ ഈ ചെയ്ത ഏറ്റവും വലിയ നന്മ. എല്ലാ ദിവസവും എൻ്റെ അമ്മയെ ഞാൻ വിളിക്കാറുണ്ട്. സുഖമില്ലാതെ കിടക്കുമ്പോൾ പോലും എന്നെക്കുറിച്ചാണ് എൻ്റെ അമ്മയുടെ കൺസേൺ. എല്ലാ അച്ഛനമ്മമാരും അങ്ങനെയാണ്, എനിക്കറിയാം. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വളരെ സ്പെഷ്യലാണ്. സ്ട്രോക്കാണ് അമ്മയുടെ ആരോഗ്യസ്ഥിതി വഷളാക്കിയത്. അമ്മ സംസാരിക്കുമെന്നാൽ ക്ലാരിറ്റി കുറവാണ്. എങ്കിലും അമ്മ സംസാരിക്കുന്നത് നമ്മൾക്ക് മനസ്സിലാകും. സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്നാണ് അമ്മയ്ക്ക് വയ്യാതെയായത് എന്നാണ് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ മോഹൻലാൽ പറഞ്ഞത്. 10 വർഷമായി അമ്മ കിടപ്പിലാണെന്നും തന്റെ ആദ്യ സംവിധാന സംരംഭം അമ്മയെ തിയേറ്ററിൽ കൊണ്ടുപോയി കാണിക്കാൻ കഴിയില്ല എന്നതാണ് തന്റെ ഏറ്റവും വലിയ സങ്കടമെന്നും മോഹൻലാൽ കണ്ണു നിറഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നു. ബറോസിന്റെ കഥ അമ്മയെ പറഞ്ഞു കേൾപ്പിച്ചിരുന്നോ എന്നും അമ്മ എന്താണ് മറുപടി പറഞ്ഞത് എന്നുമുള്ള ഒരു ചോദ്യത്തോടാണ് അമ്മയുടെ അസുഖ വിവരം മോഹൻലാൽ വിശദീകരിച്ചത്. ഞാൻ ഇന്നും എൻ്റെ അമ്മയെ കണ്ടിട്ടാണ് വരുന്നത്. എൻ്റെ അമ്മ സുഖമില്ലാതെ ഇരിക്കുകയാണ്. 10 വർഷത്തോളമായി അമ്മ കിടപ്പിലാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു എന്നുള്ളത് അമ്മയ്ക്കറിയാം എന്നുമായിരുന്നു മോഹൻലാൽ പറഞ്ഞിരുന്നത്. മുൻപൊരിക്കൽ ലാലേട്ടന്റെ ചില ഭ്രമങ്ങളെക്കുറിച്ച് അമ്മ ശാന്തകുമാരി പറഞ്ഞ വാക്കുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ലാലു വീട്ടിലും നല്ല കുസൃതിയാണ്. കട്ടിലിൽ കിടന്ന് മറിയുകയും ചാടുകയും ഒക്കെ ചെയ്യും. മുറ്റത്തൊക്കെ ഓടും, മരത്തിലൊക്കെ കയറും. കുതിരപ്പുറത്ത് പോകുവാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഇറങ്ങി ഓടും റോഡിലേക്ക്. ചെറുപ്പത്തിൽ ഇതൊക്കെ ആയിരുന്നു പരിപാടികൾ. പോയ പോലെ കുതിരപ്പുറത്ത് തിരിച്ചു വരും. ഭ്രമങ്ങൾ എന്ന് പറയാനുള്ളത് കൂടുതലും ഡ്രസ്സുകളോടാണ്. ഒരുപാട് ഡ്രസ്സുകൾ വാങ്ങാൻ ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ ആഭരണങ്ങളൊക്കെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മോതിരങ്ങൾ, ഒരുപാട് മോതിരങ്ങൾ വാങ്ങാറുണ്ട്. അതുപോലെ തന്നെ പഴയ ആന്റിക് വസ്തുക്കളോട് വലിയ താല്പര്യമാണ്. നിറയെ സാധനങ്ങളാണ് അങ്ങനെ വാങ്ങി വയ്ക്കാറുള്ളത്. ഇപ്പോഴും കിട്ടിയാൽ അതൊക്കെ വാങ്ങി വയ്ക്കും. എനിക്ക് അങ്ങനെ ഒരു വസ്തുവിനോടും ഒരു പ്രത്യേക താല്പര്യമില്ല. സാരികളോടോ ആഭരണങ്ങളോടോ ഒന്നും ഒരു തരത്തിലുമുള്ള പ്രത്യേക താല്പര്യങ്ങൾ എനിക്ക് പണ്ടുമില്ല, ഇപ്പോഴുമില്ല. ഞാൻ എന്ത് വിഷമത്തോടെ ഇരുന്നാലും ലാലു എന്നോട് പോസിറ്റീവായിരിക്കാൻ മാത്രമേ പറയാറുള്ളൂ. ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കണം എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. അമ്മ വിഷമിക്കാൻ പാടില്ല, എപ്പോഴും നല്ലത് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ എന്നും എന്നോട് പറയും. എനിക്ക് സിനിമയിലൊന്നും അധികം സുഹൃത്തുക്കളൊന്നുമില്ല. ഓണമൊക്കെ ആയാൽ പണ്ടൊക്കെ പൂജ മണ്ഡപത്തിലാണ് ലാലു. ഇപ്പോഴും എന്നെ കാണാൻ വരുമ്പോൾ എന്നോട് എല്ലാ ആളുകളെക്കുറിച്ചും ചോദിക്കും. മോഡൽ സ്കൂളിലാണ് പഠിച്ചത്. പഠിക്കാൻ ആവറേജ് ആയിരുന്നു. ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു ലാലുവിന്. ഒരുപാട് നിർബന്ധിച്ച് പഠിപ്പിക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന കൂട്ടത്തിലുള്ള ആളാണ് എന്നാണ് മോഹൻലാലിനെ കുറിച്ച് അമ്മ അന്ന് സംസാരിച്ചത്. You're watching me and you're watching me on metromatney.com. on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.